ഞങ്ങളവിടെ കളിയാട്ടക്കാവ് ഒരു ദേശീയ ഉത്സവമുണ്ട്. വെള്ളിയാഴ്ച ഉണ്ടാവുക വർഷത്തിൽ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉത്സവത്തിൻ്റെ തലേന്ന് ഞങ്ങളങ്ങനെ പോവാണ്. ചുഴലി വഴിയാണ് ഞങ്ങളെ യാത്ര. ചുഴലി പാലാണ് കണ്ണ് പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ചുഴലി കൂടെ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടിന് ഞങ്ങളെ പാലത്തിൽ നിന്ന് കളിയാട്ടമുക്ക് സാധാരണ ഈ പാടത്ത് ഈ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് കൂടെയാണ് കുതിരകളൊക്കെ ഈ കുന്നത്തുപറമ്പ് ഭാഗത്ത് കൂടെ വന്ന് പോവൽ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പോവലെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്, നല്ല വെള്ളമാണ്. പിന്നെ ഞങ്ങളങ്ങനെ കാവിൻ്റെ ബാക്കിലേക്ക് എത്തില്ല. ആ റോഡ് അങ്ങനെ പോയാൽ കളിയാട്ടക്കാവ് ഒരു വലിയ ഉത്സവം തന്നെ. കോഴിക്കളിയാട്ടം എന്ന് പറയും. കോഴിക്കുരുതിയൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെയാണ് അവിടുത്തെ ഇതുകൾ. കൂടുതലൊന്നും എനിക്ക് പറയാറില്ല, എന്നാലും അറിയണത് പറഞ്ഞു തന്നുള്ളൂ. പിന്നെ അതിലങ്ങനെ പോയി പാടതാ ഈ കാണുന്ന വെള്ളം നിൽക്കുകയാണ്, നല്ല വെള്ളമാണ്. പക്ഷേ 10-20,000 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണിത്. പക്ഷേ ആ ഉത്സവത്തിൽ ഒരു 10-20,000 ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് ഈ പാടത്തുണ്ടാവലുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പാടത്ത് കൂടെ ഇവർ ഈ വർഷം കടന്നു പോകുമെന്നുള്ളൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നോക്കി അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ കളിയാട്ടക്കാവ് കളിയാട്ടമുക്ക് മുട്ടിച്ചിറ റോട്ടിലേക്ക് ഇങ്ങനെ കയറി ചെന്നു. റഫീഖാണ് മുന്നേ പോണത് വൈകാട്ടിയായിട്ട്. ഞങ്ങൾ ഇലക്ട്രിക് ബൈക്കായിട്ടാണ് പോയിരുന്നത്. അത് ഞങ്ങൾ 3 ആൾ വെച്ചിട്ട് കയറ്റം കയറില്ല. കച്ചവടക്കാരൊക്കെ സജീവമാണ്, കച്ചവടക്കാരൊക്കെ ഉണ്ട്. പക്ഷേ മഴ കാരണം എല്ലാവർക്കും ക്ഷീണം ചെയ്യുന്ന ഒരു ഉത്സവമായിരിക്കും പ്രാവശ്യം എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കളിയാട്ടക്കാവിലേക്ക് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ പോയി. ഇത് കളിയാട്ടമുക്ക് റോഡാട്ടോ. കളിയാട്ടമുക്ക് മുട്ടിച്ചിറ, കളിയാട്ടമുക്ക്, ഉള്ളണം, കൂട്ടുമുച്ചി ഉള്ളണം ഭാഗത്തേക്ക് എത്തിപ്പെടുന്ന റോഡാണ്. ആ റോഡിലൊക്കെ തിരക്കുണ്ട്. കച്ചവടക്കാരാണ് ഫുള്ള്. ജിലേബി കച്ചവടം, മിഠായി കച്ചവടം, പിന്നെ എവിടെയും കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ കിട്ടും ഇവിടെയൊക്കെ. ഈ പഴയ കാലത്തെ ബക്കറ്റ് കൊട്ട, പിന്നെ തൊപ്പിക്കൊട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, വലകൾ, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. അതേമാതിരി നമ്മളെ ഒട്ടുമാവ്, ഈ കൃഷിക്കുള്ള നഴ്സറി സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടും. എല്ലാം വില കുറവാട്ടോ ഉണ്ടാവുക. വലകളൊക്കെ നല്ല വില കുറവിലാണ് ഉണ്ടാവുക. അതൊക്കെ ഞങ്ങൾ ഒക്കെ വീഡിയോ എടുത്ത് അങ്ങനെ പോയിട്ട് നേരെ ഞങ്ങൾ പിന്നെ ഇറങ്ങുന്നത് കളിയാട്ടക്കാവിലേക്കാണ്. കളിയാട്ടക്കാവുക്ക് അവിടുന്ന് ഈ കളിയാട്ടമുക്കുന്ന് ഇടത്തോട്ട് റോഡുണ്ട്. ആ റോഡിനെങ്ങാണ്ട് പോകണം. റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഇന്നും ഏകദേശം അമ്പലത്തിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് പോകണ തിരക്കുണ്ട്. ഇന്നൊക്കെ വണ്ടിയിട്ട്, നാളൊന്നും വണ്ടി ഇവിടെ അടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ പരിസരത്തേക്ക് വണ്ടിയിട്ട് അടുക്കാൻ പറ്റില്ല. അജ്ജാതി ജനാവും. ഞാൻ പറഞ്ഞില്ലേ, 10-50,000 ആൾക്കാർ പങ്കെടുക്കണ ഈ പരിപാടി. ഒരു 10-20,000-ൻ്റെ മേലെ ആൾക്കാർ നിൽക്കുന്നത് മാക്സിമം ആ പാടത്തൊക്കെ നിറയെ വെള്ളമാണ്. അപകടങ്ങളും നല്ലോണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ശ്രദ്ധിക്കണം കളിയാട്ടക്കാവിലേക്ക് പോകുന്നവരൊക്കെ. കാരണം ബോധമില്ലാണ്ടൊക്കെ വീണ് കൂടുതലുള്ള കുട്ടികൾ മക്കളൊക്കെ വീണ് കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കുക. നമ്മളെ കൂടുതലുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഈ തിക്കിലും തിരക്കിലും പെട്ടുകാണ്ടുണ്ട് വികലൊക്കെ. അത് വെള്ളത്തേക്ക് വീണ് കഴിഞ്ഞാൽ എല്ലാ വർഷം പോലെ അല്ല, ഇപ്രാവശ്യം നല്ല വെള്ളമാണ് പാടത്ത്. പുഴ പോലെ ആയിട്ടുണ്ട് പാടം. ഇതാണ് നമ്മളെ കളിയാട്ടക്കാവ് അമ്പലം. അമ്പലത്തിൽ നിറയെ ആളുകളൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇന്ന് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തായാലും ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോയും അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല. പുറത്തുനിന്ന് വീഡിയോസൊക്കെ എടുത്ത് മാക്സിമം എടുക്കാൻ കഴിയണതൊക്കെ എടുത്തു. നിറയെ ആളുകളുണ്ട് അമ്പലത്തിൽ വന്നു പോകുന്ന. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും അമ്പലത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ വീഡിയോ അങ്ങനെ എടുത്ത് ഇത് പറഞ്ഞാൽ നമ്മളെ കൊടുങ്ങല്ലൂർ അമ്മൻ്റെ ബാക്കിയാണ്. അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ അങ്ങനെ എന്തോ ആരോ ആണ് കളിയാട്ടക്കാവിൽ. ഇവിടുത്തെ ഉത്സവത്തിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ മതക്കാരും ഉണ്ടാവും. ഇത് നമ്മളെ മമ്പുറം മക്കാമിലൊക്കെ പോയിട്ടാണ് ഇവർ
കുതിരനെ മമ്പുറം മക്കാമിലൊക്കെ കൊണ്ടുപോയിട്ടാണ് നേരെ ഈ കളിയാട്ടക്കാവിലെത്തുക. ഒരുപാട് കച്ചവടക്കാർ നിറഞ്ഞിരിക്കണ്. പിന്നെ പോലീസുകാരെ കൗണ്ടർ കാര്യങ്ങൾ ഇതൊക്കെ സെറ്റാണ്. ഇനി നാളെ ആംബുലൻസുകൾ കാര്യങ്ങളൊക്കെ നാളെ ഉണ്ടാവും. ഇത് തലേന്നത്തെ വീഡിയോ ആണ്. നാളത്തെ വീഡിയോ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കാം. പക്ഷേ എങ്കിലും ശ്രമിക്കാനേ കഴിയുള്ളൂ. കാരണം കാലാവസ്ഥ എങ്ങനത്താന്ന് അറിയാത്തതുകൊണ്ട് വീഡിയോ എത്രത്തോളം കംഫർട്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അത്രത്തോളം ഒരു ഇതിലല്ല നമ്മൾ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റോടിറ്റൊക്കെ നിറയെ ആൾക്കാരുണ്ട്. അമ്പലത്തിൽ പൂജ ചെയ്യുന്നു, പൂജ നടക്കുന്നുണ്ട്. ഇനി നാളെ രാവിലെ പുലർച്ചയ്ക്ക് അവിടെ കോഴിക്കുരുതി ഉണ്ട്. കോഴിനെ കുരുതി കൊടുക്കലാണ് മെയിനായിട്ട് രാവിലെ. അതാണ് കോഴിക്കളിയാട്ടം എന്ന് പറഞ്ഞത്. ഇത് കുതിര കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇതിൻ്റെത്. കുതിര അതായത് ഓല കൊണ്ട്, കൈതോല കൊണ്ടും ഓലകളെ കൊണ്ടും ഓലത്തുമ്പ് കൊണ്ടൊക്കെ കുതിരനെ പോലെ കെട്ടിയിട്ട് അതിലാണ് ഇത് കളിയൊക്കെ വരുന്നുണ്ട്. വീഡിയോ ബാക്കിൽ വരുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ച് നേരെ റോട്ടിലേക്ക് പോന്നു. അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ള കച്ചവടമായിട്ടും ഓരോ കോട്ട്. ഇപ്പം റെയിൻ കോട്ടിൻ്റെ സമയമാണല്ലോ, അതൊക്കെ ഉണ്ട്. സുഖമില്ലാത്ത ആളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നൊരു ചായക്കടക്കാരൻ എന്നോട് ചോദിച്ചു വീഡിയോ എടുക്കുമോ ചോദിച്ചു. വീഡിയോ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു. ഒന്ന് നേരക്ക് ഇടുക്കി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് മാക്സിമം നമ്മളെ കളിയാട്ടക്കാവൊക്കെ ഉണ്ട് ഇറങ്ങുന്നിടത്തുള്ള ഒരു ചായക്കടക്കാരനാണ്. ആ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ അതിൻ്റെ അങ്ങിയിൽ റെയിൻ കോട്ട് വെക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചീൻ്റെ വീഡിയോ എടുത്തു. നല്ല മഴ പെയ്തപ്പോൾ ഒന്നും പറയാനില്ല. എവിടെയും കയറിക്കല്ല. കച്ചവടക്കാരൊക്കെ അടാപ്പാടാലോ പൂട്ടുന്ന മഴയായിരുന്നു പെയ്ത്. പക്ഷേ നാളെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവർ വർഷത്തിലൊരിക്കൽ അങ്ങനെ കച്ചവടത്തിന് വരുന്നത്. റോഡ് ഫുള്ള് ശൂന്യമായി. ഇതുവരെ തിരക്കിയിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ തിരക്കിയിരുന്നു. റോട്ടിലൊക്കെ വെള്ളമായി. കച്ചവടക്കാരൊക്കെ പായിട്ട് മൂടി നിൽക്കണ്, കാത്തിരിക്കുകയാണ് പാവങ്ങൾ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ നാളേക്കുള്ള കുതിരനെ കെട്ടുന്ന ഒരു ഇത് കണ്ടു. അങ്ങനെ അയമ കൂടി അതൊരു വീഡിയോ എടുത്ത് ഇങ്ങനെയാണ് കുതിര കെട്ടുന്നത്. കോഴിക്കളിയാട്ടത്തിൻ്റെ കുതിരനെ കെട്ടുന്നത് ഇങ്ങനെ ഓലയിൽ വെച്ചിട്ട് ഇങ്ങനെയാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇത് കളിയാട്ടക്കാവിൽ കൊണ്ടുപോയിട്ട് ദേവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് തച്ച് പൊളിക്കുക എന്നുള്ളതാണ് വരെ ഇത് വരുന്നത്. ആ റോട്ടിലൊക്കെ വന്നിട്ടും കച്ചവടക്കാർക്ക് പലതരം കച്ചവടക്കാരുണ്ട് കേട്ടോ. വളമായിട്ടും മാലായിട്ടും മറ്റേതായിട്ടും എല്ലാ കച്ചവടവും ഉണ്ട്. പക്ഷേ മഴ കാരണം ഇവരെ സ്ഥിതിക്ക് എന്താണെന്നുള്ളത് പടച്ച തമ്പുരാനെ അറിയുള്ളൂ. ഏതായാലും മഴ ഇല്ലാതെ നല്ലൊരു ഉത്സവമാക്കി. ദേശീയോത്സവമാണല്ലോ, വെള്ളിയാഴ്ചയാണ് വരിക. അപ്പോൾ നല്ലൊരു ഇതായിട്ട് പോട്ടെ നമ്മൾക്ക് പ്രാർത്ഥിക്കുക, അത്ര തന്നെ ഉള്ളൂ. ഏതായാലും ഞങ്ങൾ അങ്ങനെ വീഡിയോ എടുത്തക്കാണ്ടൊക്കെ ഇങ്ങനെ പോന്നു.